വെൽക്കം ബാക്ക്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യാണ്. ട്രാവൽ വ്ലോഗ് പെട്ടെന്നുണ്ടായ ഒരു ഐഡിയയിൽ പോകുന്നതാണ്. അവിടുന്ന് ലെഫ്റ്റ് നമുക്കിത് സൺഡേ അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു പെരാസരി കഴിഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ കുറച്ച് തൊട്ടടുത്ത് നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളു. ഭയങ്കര മഴ രാവിലെ തൊട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നടന്നു പോകുന്നതേ ഉള്ളു, പക്ഷെ പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങള് കാറുമായിട്ട് ഇറങ്ങിയതാ. കാരണം അല്ലെങ്കിൽ നടന്നു പോയാലും ടൂ വീലർ പോയാലും എല്ലാരും നനയും. എനിക്ക് തെറ്റിപ്പോയി. അല്ല, റോഡ് മാപ്പിനെ ഇന്ന് നൈസാണ് ഫോളോ ചെയ്താ. അങ്ങ് പോയപ്പോ അങ്ങോട്ട് പോകുന്ന വഴിയില് ചങ്ങനാശ്ശേരി വഴിക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കിയാ മതി. ഞാൻ ഓർത്ത് ഇവിടുന്ന് നോക്കണായിരിക്കും അത്. അപ്പൊ ഇവിടുന്ന് അങ്ങനെ ഞങ്ങള് പെരുവാസലിക്ക് പോകാൻ വേണ്ടി നടന്നു പോയില്ല. അതുപോലെ നമ്മളിപ്പോ കാർ എടുത്ത് പോയി അപ്പൊ തിരിച്ച് കൊണ്ട് വിൽക്കാറുണ്ട്. നമുക്ക് എവിടെയില്ല. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഒരു മറ്റേ ലൈവ് വീഡിയോ പറഞ്ഞത് ഞങ്ങൾ 1.5 മാസത്തിൽ കൂടുതലായില്ലേ പുറത്തോട്ട് പോയിട്ട്. അപ്പൊ ഇക്കച്ച എവിടെയെങ്കിലും പോകണമെന്ന്. അപ്പൊ പ്രത്യേകിച്ച് ആദ്യം ചോദിച്ചാൽ പറഞ്ഞിക്ക് എവിടെ പോകാൻ. അപ്പൊ ഇങ്ങനെ ആക്കിയപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് മറ്റേ പടഹാര പാലത്തിന്റെ ഇത് കണ്ടായിരുന്നു. അതിന് മുന്നേ ഈ ഫസ്റ്റ് അല്ല കഴിഞ്ഞ ദിവസം ഇതിനൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഈ പാല ഫസ്റ്റ് എന്റെ പണി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പോകാന്ന് വെച്ചാൽ ഒരു സൺഡേ ഇതാക്കിയിരുന്നു. അന്ന് എന്തോ നടന്നില്ല. പോയില്ലേക്ക് ഞങ്ങൾ 6 മണിക്കൊക്കെ പോകാന്ന് വിചാരിച്ചു, എന്തോ ആരും നടന്നില്ല. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ട്രാവൽ ബ്ലോഗ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നല്ല മഴയുണ്ട്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ, അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇത്രയും ഇപ്പൊ ഇങ്ങനെ കുഞ്ഞി പൊടിമഴ ഇങ്ങനെ വീണ് ജൂലൈ 20 അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും. ഏകദേശം ഒരു 3 ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ജില്ലകളിലേതോളം റെഡ് അലർട്ട് ആണ്. എന്റെ ഒരു പഴയൊരു കൂട്ടുകാരൻ, അവനിപ്പോ ഇല്ല, മരണപ്പെട്ടു പോയി. എനിക്കത് 2013 ഞാൻ ഗൾഫിലായ സമയത്താണ് അവൻ ആക്സിഡന്റിൽ മരിക്കുന്നത്. അവന്റെ വൈഫ് കുട്ടികളായിട്ട് വെച്ച് വീടിന്റെ പരവാസ്തുവിലായിരുന്നു, ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പൊ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പോക്കറ്റ് റോഡിലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം അതിന് തൊട്ടിപ്പുറത്ത് നമ്മൊരു പാരിഷ് ഹാളുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മള് ഇന്നിപ്പം ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയ നമ്മൾ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളു. നമ്മൾ മഴയാണെങ്കിൽ ബൈക്കിൽ പോകാല്ലെന്നുണ്ടെങ്കിൽ നടന്നു പോകാൻ പറ്റില്ല. പക്ഷെ മഴയപ്പോഴത്തേക്കും ഫുൾ മഴ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങള് വണ്ടി എടുത്തിട്ട് ഒരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അല്ലേ അവിടെ ചെന്നപ്പോഴത്തേക്കും ആകെ ഒരു 5-6 മണിയുള്ള ഗ്യാപ്പേ ഉള്ളു. നമുക്ക് അവിടെ പാർക്കിംഗ് ഏരിയ കിട്ടി. ഞങ്ങൾ ഫുഡ് അടിച്ച് പുറത്ത് നിന്നപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങാനും പറ്റി. അതെന്തായാലും വലിയ ഭാഗ്യമാണ്. ഇപ്പൊ എന്തായാലും തസ്ലീം ഇപ്പം അവൻ മരണപ്പെട്ടു. ഏകദേശം 12-13 വർഷത്തോളം ആയിട്ടുണ്ടാവും. അൽഹംദുലില്ലാ അവന്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും ഒരു വീടായിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും. പിന്നെ ഇപ്പൊ ഇവര് നേരത്തെ പറഞ്ഞ പ്രകാരം കുറെ നാളായിട്ട് ഇങ്ങനെ പറയുവാണ് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്നിനും പോകാൻ കാരണം ഹോസ്പിറ്റൽ കേസും അല്ലാതെ തിരക്കുകളെല്ലാം കൊണ്ട് നമ്മൾ ആപ്പാട് കുറെ ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഒന്നും നടന്നില്ല. 2 മരണങ്ങളെല്ലാം വന്നുകൊണ്ടിട്ട് ഇന്ന് എന്തായാലും ഞാൻ ഇന്നും നടക്കത്തില്ല എന്ന് കരുതിയതാണ്. പക്ഷെ എന്തായാലും ഇന്ന് ഇപ്പം പെട്ടെന്ന് നൈസ പറഞ്ഞു എവിടേക്ക് വൈകിട്ട് 4 മണിക്ക് പോയപ്പോ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഷോർട്സ് വ്ളോഗ് ചെയ്യാം എന്ന് പറഞ്ഞു. പനിയെ പറഞ്ഞു അന്നാ പോവാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഇവർ രണ്ടിൽ ആരോ ഒരാൾ പറഞ്ഞു നമുക്ക് പടഹാരം പാലം പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് വണ്ടി പോകും, പാലത്തിൽ കൊണ്ട് വണ്ടി എടുത്ത് പോലീസ് കാണും, ബൈക്കിൽ പോയാൽ പൊളിയാണ്, കാറിൽ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മൾ മറ്റേ കോട്ടൊക്കെ ഇട്ട് പുഞ്ചിയ റീൽസ് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി നമ്മള് അല്ലേ കുറെ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. നമുക്ക് ഓട്ടില്ല. എന്തായാലും ഞങ്ങൾ കൊടയിലായിട്ട് പോകുന്നുണ്ട്. എന്താ ചിറാപ്പുഞ്ചി നടക്കുമെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും ഓൺ ദ വേ ആണ്. അതെ, എല്ലാവർക്കും ഇപ്പം പടഹാരം പാലം എന്ന് പറഞ്ഞാൽ ചിലപ്പോ കുറെ പേർക്ക് അറിയാൻ പറ്റത്തില്ലായിരിക്കും. ഇത് നമ്മുടെ വരുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടില്. ചങ്ങനാശ്ശേരി ഇപ്പം എല്ലാവർക്കും സുപരിചിതമായിരിക്കും. നമ്മുടെ പൂപ്പള്ളിന്ന് റൈറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മള് ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത്. എന്തായാലും നമ്മൾ അങ്ങോട്ടുള്ള വഴിയിലാണ്. ഫുഡ് അല്ലെ, എല്ലാരും ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് ഫുഡ് കഴിച്ച അവസരം? ബിരിയാണി. എന്ത് ബിരിയാണി ആയിരുന്നു? ചിക്കൻ ബിരിയാണി. കത്തിച്ച ആരാ ഇന്ന് ഫസ്റ്റ് അടിച്ചത്? പറ. സാധാരണ നമ്മൾ പോകുമ്പോഴത്തേക്കും എന്റെ അടുത്താണ് കത്തിച്ചാണ് ഇരുത്തുന്നത്. കാരണം എപ്പോഴും ഫുഡ് വാരി കൊടുക്കാൻ എളുപ്പത്തിന് എന്റെ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിൽ ഇരുത്തുള്ളൂ. എനിക്ക് പെട്ടെന്ന് വാരി കൊടുക്കാൻ ഇതിൽ ഇരുത്തുള്ളൂ. പക്ഷെ ഇന്ന് യാദൃശ്യമായിട്ട് ഞങ്ങൾക്ക് 4 സീറ്റേ മൊത്തം കിട്ടിയുള്ളൂ. ഞാൻ സൈഡിലായിരുന്നു ആ ടേബിളിന്റെ. അപ്പൊ കത്തിച്ച കറക്റ്റ് സെൻട്രലാവുന്നത്. പക്ഷെ കത്തിച്ച കറക്റ്റ് ആയിട്ട് കഴിച്ച് ആദ്യം കഴിച്ചു കഴിഞ്ഞതും കത്തിച്ചാണ്. അത് കഴിഞ്ഞ് വാപ്പി, അതേ നിക്കാക്ക, അത് കഴിഞ്ഞ് ഉമ്മി, ലാസ്റ്റത്തെ ബേബിയാണ് ഈ ബേബി, അറ്റത്തിരിക്കുന്ന ബേബി.
അങ്ങോട്ട് എന്റെ ചോറില് കൂടുതൽ മസാല ഉണ്ടായിരുന്നു. എരിവുണ്ടായിരുന്നു. പീസൊന്നും കിട്ടിയൊന്നുമില്ല. ഞാൻ പീസാന്നാ വിചാരിച്ചത്. പക്ഷെ എനിക്ക് 2 പ്രാവശ്യം കിട്ടിയില്ലായിരുന്നു കിട്ടിയത്. എല്ലിൽ ഇങ്ങനെ മസാല കാട്ടി ഞാൻ പറയാം നാടൻ ചിക്കനാന്ന് തോന്നുന്നു. അതൊന്നും തോന്നുന്നു കൂടുതൽ എല്ല ബിരിയാണി ഒക്കെയാ. എനിക്കൊന്നാ പക്ഷെ ഇല്ലായിരുന്നു എനിക്ക് കൂടുതലും കിട്ടിയ. പക്ഷെ ഇത്തിരി മസാല കൂടുതലാന്നുണ്ട്. മസാല എരിവുണ്ടായിരുന്നു. ആലപ്പുഴ ഇൻഡസ്മോട്ടാസ് മസാല ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ അപ്പുറം നീ അവർക്കാണെങ്കിൽ നല്ല ഫുഡ് തന്നെയായിരുന്നു. നമുക്ക് കുഴപ്പമില്ലായിരുന്നു. കുറച്ച് പീസസ് കിട്ടി. ഫ്രണ്ട്സൊക്കെ തന്നെ പെട്ടെന്ന് വിളമ്പാന്നില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഇറങ്ങേണ്ടി വന്നോണ്ട് നമുക്ക് ഇതേപോലെ പോകാൻ പറ്റും. കഴിഞ്ഞ സൺഡേ ആയിരുന്നു നമ്മള് ലൈവ് വീഡിയോ ചെയ്തത്. ഈ സൺഡേ ഈ പറഞ്ഞ പോലെ ഇയർ പുള്ളിങ് ചെയ്യാന്ന് പറഞ്ഞ നമ്മൾ ഇരുന്നതാ. പക്ഷെ മറന്നുപോയി. ഇപ്പൊ നൈസ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് തന്നെ. ഇക്ക കഴിഞ്ഞ ആഴ്ച ഉറപ്പായിട്ടും ചെയ്യാന്ന് പറഞ്ഞ. പക്ഷെ നമുക്ക് ഇന്നലെ ഇക്ക പറയുമ്പോഴേ ഇന്ന് ഹൗസ് വാമിങ് ഉണ്ടെന്നുള്ള കാര്യം തന്നെ ഓർക്കുന്നത്. ഞങ്ങള് അടുത്ത മാസം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു ഈ മാസമല്ല ഇക്ക അടുത്ത മാസം. നമ്മളന്ന് വിളിച്ച് വീട്ടിൽ വന്നായിരുന്നു. നമ്മളില്ലായിരുന്നു. ലെറ്റർ ഇട്ടായിരുന്നു. പക്ഷെ അത് മഴയത്ത് അതിന്റെ മഴയത്തെല്ലാം പോയി പോയി. പിന്നെ സിനിമ മെസ്സേജ് അയച്ചു എനിക്ക് വാട്സാപ്പില്. ഇതൊക്കെ ഹൗസ് വാമിങ്ങാണ്, എല്ലാരും മാറണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്തായാലും നമ്മള് പോയി. വളരെയധികം സന്തോഷം. അവര് നമ്മളെ വിളിച്ചാലും അവർക്ക് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഒരു വീടാക്കി കൊടുത്താലും എന്തായാലും അൽഹംദുലില്ലാ സന്തോഷം. വീടില്ലാത്തവർക്കെല്ലാം വീടാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അല്ലെ നമ്മളും വീട് വെക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു ഭയങ്കര ഒരു ഹൗസ് വാമിങ്ങിന് പോകുമ്പോ ഒരു പ്രത്യേക ത്രില്ലാണ്. ഞങ്ങൾക്ക് വീട് കാണാൻ കഴിഞ്ഞില്ല. വീട് അപ്പുറത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല മഴയാണ്ട്. കാരണം വണ്ടി അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇപ്പോഴൊന്നും എടുക്കാൻ പറ്റത്തില്ല. എന്തോ ഒരു പെട്ടെന്ന് ഗ്യാപ്പ് കിട്ടി. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. വീട്ടിൽ വെച്ചിട്ടാണ് ഉറപ്പായിട്ട് നമ്മള് വീടൊക്കെ കണ്ടിട്ടേ വരുത്തുള്ളൂ. തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്താണ് വീടൊക്കെ എടുത്ത്. നമുക്ക് അത് ഇടാൻ പറ്റില്ല. അതൊക്കെ നമ്മളെവിടെ പോയാലും ഇപ്പൊ വീട് നോക്കാറുണ്ട്. ഓരോ വീടിന്റെ ഇതൊക്കെ ഇപ്പോഴത്തെ എങ്ങനെയാണ് സ്റ്റൈൽ എന്നൊക്കെ ഉള്ളത്. പക്ഷെ കഴിഞ്ഞ മാസം പോയ ഹൗസ് വാമിനെ എനിക്ക് മാത്രം നോക്കാൻ പറ്റില്ല. പക്ഷെ ഇവരെല്ലാരും കണ്ടായിരുന്നു. അത് സൂപ്പർ വീട്. എന്റെ കസിൻ വെച്ച് നല്ല സൂപ്പർ വീടായിരുന്നു. ബുഷ്റായം ഹസൈൻ എന്നാണ് പേരിന്റെ അളിയുടെ പേര്. അപ്പൊ അത് നല്ല വീട്. പക്ഷെ നൈസൊക്കെ അന്ന് അവിടെ വെച്ചിട്ട് ചെറിയ തലവർക്കൊക്കെ ഉണ്ടായി. ഉമ്മാക്കും വയ്യായിരുന്നു. അപ്പൊ അവർക്ക് അന്നിട്ട് കാണാൻ പറ്റില്ല. നമ്മുടെ ചിറാപ്പുഞ്ച് നടക്കും തോന്നുന്നില്ല. ചിറാപ്പുഞ്ച് എടുക്കാൻ പറ്റിയ അത്ര മഴയില്ല. മഴ ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ആ ഒരു ഇതിലാ മഴ പെയ്തോണ്ടിരിക്കുന്നത്. പാട്ടിറങ്ങിയ ടൈം തൊട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വീഡിയോ. ഒരാൾക്ക് ഇന്നലെ ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. ഇന്നിപ്പൊ കൊഴപ്പില്ല, ഓക്കെ ആയി അല്ലേ? ഞാനും ഉണ്ട് ചിറാപ്പുഞ്ചി. അപ്പൊ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവാം നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥലം ചോദിക്കാറുണ്ട് മിക്ക മെസ്സേജുകളിലും വീഡിയോസിലും. ഞങ്ങളുടെ സ്ഥലം ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ കാണാത്തവരായിട്ട് വളരെ ചുരുക്കം പേരെ മലയാളികൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഞങ്ങളുടെ ആലപ്പുഴ കാണേണ്ടത് തന്നെയാണ്. കായലും കടലും അല്ല ഹസനെ, ഹൗസ് ബോട്ടും എല്ലാം ഞങ്ങളുടെ അതിസുന്ദരിയും സുന്ദരനുമാണ് ഞങ്ങളുടെ ആലപ്പുഴ. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ആലപ്പുഴയിൽ വരണം. ഒരിക്കലെങ്കിലും വന്ന് കണ്ടിട്ട് പോവല്ലേ? തീർച്ചയായിട്ടും വരണം. കണ്ട അതിന്റെ ആ ഒരു പച്ചപ്പ് പാടത്തെല്ലാം കൃഷിയെല്ലാം നശിച്ച് കർഷകരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. കാരണം ഈ മട വീഴലും എല്ലാമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരിക്കും. കാരണം ഈ മഴയൊക്കെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന മഴയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിലും ഭയങ്കര ശക്തമായ മഴയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കണ്ടിന്യൂസ് മഴ നിക്കുന്നില്ല. ഈ പാടം കാണിച്ചു കണ്ടത് നമ്മുടെ ഈ റൂട്ടിൽ പോകുമ്പോ സാധാരണ ഇവിടെ ഫുള്ള് പച്ചപ്പായിരിക്കും. കാണാൻ തന്നെ അതിഭംഗിയെന്ന് വെച്ചാല് അതിഭംഗിയാണ്. വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ആലപ്പുഴ വിസിറ്റ് ചെയ്യേണ്ട ഒരു അത്രയും നാച്ചുറൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തന്നെ പറയാൻ ഞങ്ങളുടെ ആലപ്പുഴ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയ അത്രക്ക് ഇതിലെ കൂടി പോവാൻ ഈ ഒരു റൂട്ടിൽ പോവാൻ ഭയങ്കര രസം. രണ്ട് സൈഡും പാടമാണ്. രണ്ട് സൈഡിലുകൾ ഇങ്ങനെ ലൈവായിട്ട് മീൻ പിടിക്കുന്നതും നമുക്ക് ഈ ലൈവ് ഫിഷ് വേണ്ടവരൊക്കെ ഇതിലേക്കൂടെയൊക്കെ വരാം.
കാരണം റോഡ് സൈഡിൽ തന്നെ പിടിക്കുന്ന പിന്നെ മുട്ട മീനൊക്കെ മുട്ട വിൽക്കുന്നത് മുട്ട താറാമുട്ട കിട്ടും, താറാമുട്ട, നാടൻ മുട്ട, കോഴിമുട്ട, നാടൻ മുട്ട. ഉണക്കച്ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ, ഫ്രഷ്. മര്യാദയൊക്കെ പോകുമ്പോ പ്രത്യേകിച്ച് കരിമീൻ ലവേഴ്സ് ഒക്കെ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതില് വന്നാൽ നിങ്ങൾക്ക് ലൈവ് എന്നുവെച്ചാൽ ഇന്ന് പിടിച്ച ആ സ്പോട്ടിൽ പിടിച്ച മീൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത്രയും ഇതാണ് പുതിയ ഒരു പാലത്തിന്റെ ഒരു ഇതുണ്ടോ ഇവിടെ കണ്ടായിരുന്നു, നമ്മള് കണ്ടിട്ടില്ലേ? ആ നമ്മള് കണ്ടില്ല ഇത്. അന്ന് എന്റെ കാലം ഓപ്പറേഷൻ സമയത്താണല്ലോ നമ്മള് വന്നത് ഇത് വഴി. പിന്നെ വന്നിട്ടില്ലല്ലോ. അന്ന് പോയ മറ്റേ പാലത്തിന്റെ മോഡലിലേക്ക നമ്മള് മറ്റേ ഏതൊരു ഇവിടെ പാലയിലാണ് പോയത്. ഹൗസ് ബോട്ട് കാണിച്ചു. ഹൗസ് ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. നമ്മള് നേരത്തെ പറഞ്ഞ പച്ചപ്പുകളൊക്കെ ഏകദേശം അല്ലെ കുറച്ച് സ്ഥലത്തേക്ക് കാണാനുണ്ട് ഇപ്പോഴും. ഇവിടെ ഇപ്പൊ എന്റെ റോഡിന്റെ പണിയല്ലേ, പാലത്തിന്റെ പണിയല്ലേ. ഈ ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. നമ്മൾ ധനുഷ്കോടി പോയത് ധനുഷ്കോടി പോയത് ഇങ്ങനെ ഈ റൂട്ടാ. പക്ഷെ അന്ന് ഈ പാലം പണിയൊന്നും തുടങ്ങി. പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇറങ്ങിയത് വെളുപ്പിന്, നമ്മൾ ലാൻഡ് ചെയ്ത് രാത്രി. തുടങ്ങി ഇത്ര ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് കെട്ടിയിട്ടില്ല, ഇത്രയും കെട്ടിയിട്ടില്ലായിരുന്നു. നമ്മുടെ വ്യൂവേഴ്സിനോടൊക്കെ എന്തെങ്കിലും പറ. ഇത് സൺഡേ ആയിട്ട് ചിലപ്പോ ഈ വ്ളോഗ് വരുന്നത് ട്യൂസ്ഡേ ആവും, വെനസ്ഡേ ആവും. പക്ഷെ ഇത് കഴിഞ്ഞ ലൈവില് കേട്ടോ നമ്മൾ വന്ന ടൈമിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി ലൈവ് കാണാൻ പറ്റാത്തവരുണ്ടായി. അവർക്ക് നമുക്ക് പിന്നീട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മള് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണാൻ പറ്റിയില്ല, നിങ്ങൾ വന്നിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇനി അടുത്തൊരു ലൈവ് വീഡിയോ ഞങ്ങൾ അടുത്ത ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. അതും ഇതേപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നേരത്തെ ഇട്ടിട്ട് ലൈവ് വീഡിയോ ചെയ്യത്തുള്ളൂ. മഴ കൂടി അങ്ങോട്ട് പോകും തോറും മഴ സങ്കടം വെള്ളം കാണിച്ചു. നല്ല വെള്ളമല്ലേ. പാടമാണോ ഇത്? ഇല്ല, പാടാണെന്നല്ല, അതോ വെള്ളമാണോ? ചിറാപുഞ്ചി മഴയത്ത് നമ്മള് സബ്സ്ക്രൈബർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പാട്ട് പാടുന്നത്. നൈസ എല്ലാവർക്കും വേണ്ടി രണ്ടുപേര് പാടുന്നതായിരിക്കും. നമ്മളെല്ലാരും കൂടി പാടുന്നതായിരിക്കും. അതന്നെ അമറക്ക് ലാസ്റ്റ് എനിക്കൊരു 4 വരി പാട്ട് പാടാനുണ്ട്. ഞങ്ങളുടെ പാട്ടിന്റെ പിടിക്കുന്നേ അതുപോലെ നമ്മൾ അന്ന് നമ്മളോട് ഏതോ ഒരു സബ്സ്ക്രൈബറിന്റെ പേര് ഓർക്കുന്നില്ല, നമ്മള് പറഞ്ഞു ഒരു പാട്ട് പാടുമോന്ന് ചോദിച്ചു. അത് ഇക്കാടുത്താന്ന് തോന്നില്ലേ പറഞ്ഞത്? അതുകൊണ്ട് അന്ന് പാടാൻ പറ്റാഞ്ഞ പാട്ട് നമ്മൾ ഇന്ന് ഈ പറഞ്ഞ സബ്സ്ക്രൈബറിന് വേണ്ടിട്ട് നമ്മൾ പാടുന്നതാണ്. എല്ലാവർക്കും കൂടി പാടാം. ചിറാപ്പു തുടങ്ങ് ഞാനൊക്കെയും കൂടി കഴിഞ്ഞ ദിവസം റിഹേഴ്സൽ ഒക്കെ എടുത്തായിരുന്നു പാടാൻ വേണ്ടിട്ട്. കാണേണ്ടേ കാടുകൾ നിലയ്ക്കാതെ, പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുരയത്ത്, ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുരയത്ത്, ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുരയത്ത്, ചിറാപുഞ്ചി മഴയത്ത്. തീർന്ന് എല്ലാം തീർന്ന് ചിരിക്കും.
ഞങ്ങൾ അങ്ങ് പോകുന്ന വഴിക്ക് നല്ല മഴയാണെന്ന് വെച്ചല്ല, കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞിങ്ങനെ മഴ പെയ്തോണ്ടിരിക്കും. ഇവര് പണ്ടൊക്കെ ഇതിനെ വന്നിട്ടുണ്ട് അത്രേ അല്ലേ? അനിയ ഓർക്കുന്നില്ല, സ്റ്റേജിന്റെ ടൈമിലൊക്കെ ബൈക്കേ വന്നിട്ടുള്ള സ്ഥലമാണ്. ബൈക്ക് വന്നിട്ടുണ്ട് അന്ന് വർഷങ്ങൾ. പക്ഷെ അന്ന് ഇങ്ങനെയല്ലായിരുന്നു തനിയ, അന്ന് ഇങ്ങനെ അന്ന് പേടിച്ച് നാശക്കാട്ടും തന്നെയല്ലേ കറങ്ങാനൊക്കെ പോകുന്നത്. ചിലപ്പോ അതായിരിക്കും ഓർമ്മ കിട്ടാത്തത്. അങ്ങനെ നമുക്ക് സത്യം എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പഠിപ്പിച്ച സ്കൂളായത്. കഴിഞ്ഞു പോയി തിരിച്ചു വരുമ്പോ പക്ഷെ ഈ റൂട്ട് നമ്മൾ ആദ്യമായിട്ട് വരുന്നു. പാടത്തിന്റെ നടുക്ക് വീടൊക്കെ ആയിട്ട് കൊള്ളാം. ഇങ്ങനെ നമുക്ക് കാണുമ്പോ ഭയങ്കര ഭംഗിയൊക്കെയാ, പക്ഷെ മഴ വരുമ്പോ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മള് മറ്റൊരു ചക്ക ഉണ്ടല്ലോ, എന്താ വേണ്ടി പറഞ്ഞത്? ആത്തച്ചക്ക. അതിങ്ങനെ ഒരു മരത്തില് നമുക്ക് എപ്പൊ കിട്ടിയായിരുന്നത്? വേൾഡ് എൻവയൺമെന്റ് ഡേ ഒക്കെയാണ്, പരിസ്ഥിതി ദിനത്തിന് അങ്ങനെ എന്തോ എനിക്ക് കിട്ടിയതാണ്. അന്ന് കിട്ടിയാണ്, ഓഫീസിൽ കിട്ടിയാണ്. ജൂൺ 5 അപ്പൊ ഞാനത് വീട്ടിൽ അങ്ങനെ ഞാൻ കൊണ്ടുവച്ചു. ഇക്കൊക്കെ എന്തൊക്കെ കേട്ടിരിക്കുന്നത് അവിടുന്ന്. എനിക്ക് അവിടെ കിട്ടിയല്ലേ, ഇവിടെ അവിടെ കിട്ടിയല്ലേ? ശരിയാ, ഇക്കൊക്കെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഫ്രീ ആയ സാധനം അവിടുന്ന് കിട്ടിയ. മരം കിട്ടിയില്ലേ? അതെ, ഇത്ര വർഷം പഴക്കമുള്ള മൂത്തടി. അപ്പൊ അത് ചക്ക പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എപ്പോഴും നമ്മള് ഏത് സമയത്തും കിളികളൊക്കെ കുത്തുന്നുണ്ടാവും. അവർക്ക് അവകാശപ്പെട്ടതാണ്, എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മള് കൊടുക്കത്തില്ല. കയ്യാപ്പിയുടെ ഫേവറേറ്റ് സാധനമാണ്. അപ്പൊ നമ്മള് ഞാനിപ്പോ നൈസാൻ എന്റെ ചാർജ് ചെയ്യിപ്പിക്കുകയാണ്. എപ്പോഴും നൈസാൻ നോക്കണം, രാവിലെയും വൈകിട്ടും. പഴുത്താന്ന് ചെറുതായിട്ട് എനിക്ക് നോക്കട്ടെ. അകത്തിന് കഴിക്കണത് പുറത്ത് അവിടെ കഴിക്കണമെന്ന് ചോദിക്കുന്ന അവസ്ഥ. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഫുഡ് വേസ്റ്റ് പണ്ടോണ്ട് കളയായിരുന്നു. ഇപ്പൊ ഇവര് കിട്ടണ മൊത്തം അതിന്റെ ഓർഡർ കൊണ്ടാ കൊട്ടുന്നത്. പക്ഷെ അതിന്റെ പച്ചക്കറിയുടെ അതല്ല, കഞ്ഞി ചോറൊക്കെ വളരട്ടത്. എല്ലാം കഴിച്ച് പഠിക്കാം, ഒന്നും കഴിക്കരുതെന്ന് പറയുന്നത്. ചെടിയാണെങ്കിൽ എന്താണ് എല്ലാം കഴിച്ചോണം, ഒന്നും വേണ്ടെന്ന് പറയരുത്. അങ്ങനെ നമ്മൾ പടഹാരം ബ്രിഡ്ജ് എത്താറാവുന്നു. ഒരു 650 മീറ്ററും കൂടി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തുന്നതായിരിക്കും. ഇപ്പോൾ എത്ര മിനിറ്റ് അല്ല, എത്ര മിനിറ്റ്? 1 minute only. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി ഇടാൻ പറ്റും. സൈഡിൽ സൈഡ് ഒതുക്കിയതാ. നമ്മുടെ പാലം എത്തിയോ? ഇതാണ് നമ്മുടെ പടഹാരപ്പാലം. പടഹാരം പാലത്തിന് എങ്ങനെ പടഹാരം എന്നുള്ള പേര് വന്നു? നമ്മളങ്ങനെ എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ പടഹാരം. നമുക്ക് അവിടെയൊക്കെ ഇരിക്കാൻ പറ്റുമോ? ഹട്ട് കണക്ക് ഇട്ടിരിക്കുന്നതിനകത്ത് ഇല്ലേ? എന്താ അത് കെട്ടിയിട്ടിരിക്കുന്ന ഉദ്ദേശം? കെട്ടിയ ആളെ വിളിച്ച് ചോദിക്കാം. അതിനകത്തോട് കയറിയിരിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ അത് കയറി മർഗയ. ഇതാണ് നമ്മുടെ പടഹാരപ്പാലം. അങ്ങനെ ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ഇത്രയും ഉള്ളല്ലേ പാലം? ഭയങ്കര വലിയ പാലം. അയ്യോ, റീൽസിലൊക്കെ വലിയ പാലമായിരുന്നു. എന്താ ഇത്രയുള്ള പാലം, പക്ഷെ റീൽസിൽ എന്താ വലിയ പാലമായിരുന്നു. വേറെ പാലായിരിക്കും. ഒന്നിച്ച് വല്ല പറ്റിയതായിരിക്കും. സൈഡില് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങള് ശരിക്കും പറഞ്ഞത് ഭയങ്കര ഉള്ളേ വരാനും ഇറങ്ങിട്ട് ഓടാ ഷോർട്സ് എടുക്കാം. നമ്മൾ ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഞങ്ങള് വണ്ടിയും കൊണ്ട് പോയി. പക്ഷെ വണ്ടിയും കൊണ്ട് പോയപ്പോ നമ്മള് പെട്ടെന്ന് എത്തിക്കാൻ. പക്ഷെ റീൽസ് അത്രയും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് വന്നിരിക്കാൻ നമുക്ക് വണ്ടി ഇട്ടിട്ട് ചിറാപ്പുഞ്ചെടുക്കാൻ പറ്റിയ
അത്ര മഴയില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പയ്യെ തന്നെ നിൽക്കുക. ഒരു കുട ഉള്ളത് ഞങ്ങൾക്ക് SBI കിട്ടിയ 2 കുടയുണ്ട്, ഉമ്മിക്ക് കിട്ടിയ 2 കുട. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ മഴയൊന്നും വിഷയമില്ലാത്തോണ്ട് ഞങ്ങൾ റെയിൻകോട്ട് പോലും നനക്കാറില്ല. അതെ അതെ, ഇഷ്ടമല്ല റെയിൻകോട്ട് എങ്ങാനും നനഞ്ഞു പോയാലോ. നമ്മൾ ആ പടഹാരപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ പറയത്ത അത്രയും വലിയ സെറ്റപ്പ് അല്ല, എങ്കിലും സെറ്റപ്പ് തന്നെയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാണെന്ന് തോന്നുന്നു. ആ ഒരു അത്രയും ഒരു ഇത് വരാത്തത്. എന്തായാലും നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുകയാണ്. പോകുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു നമുക്ക് വട്ടാന്നായിരിക്കും പറയും മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട വെസ്റ്റ് ബംഗാളിലെ വണ്ടി ബലേനോ, ആ വണ്ടിയിലൊക്കെ അവർ പുറത്തെ ആൾക്കാരൊക്കെ നമ്മുടെ സ്ഥലത്ത് വരുന്നുണ്ട്. ഇതിന് താഴെ കൂടെ റോഡുണ്ടല്ലേ. എത്ര നിങ്ങൾക്ക് ടെൻഷനുള്ള ആൾക്കാരെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് മൈൻഡ് ഭയങ്കര ഫ്രീ ആയിട്ട് വരാൻ പറ്റും. അതെ അതെ, ഈ മഴയത്തോ നിൽക്കി നല്ല അത്രയും നല്ല കാറ്റൊക്കെയാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് മൈൻഡ് ഭയങ്കര റിലാക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല നമ്മൾ ഒരുപാട് ചിറാപ്പുഞ്ചിക്ക് പറ്റിയ മഴ പെയ്യില്ല ഞാൻ പറഞ്ഞു. പക്ഷെ എന്തായാലും നമ്മുടെ ചിറാപ്പുഞ്ചിക്ക് പറ്റിയ മഴ എന്തായാലും പെയ്തല്ലേ. നമ്മൾ കോട്ടില്ലായിരുന്നു, എന്തായാലും പെയ്ത്. ഞങ്ങൾ അതിന്റെ കുറച്ച് റീൽസ് കൂടെ എടുത്തിട്ടുണ്ട്. അത് ഉടനെ നമ്മൾ ഇടുന്നതായിരിക്കും. ഞങ്ങളുടെ ഓട്ടം, ഞങ്ങളുടെ ചാട്ടം. കുഞ്ഞാപ്പിയുടെ കുഞ്ഞാപ്പി. അങ്ങനെ പടഹാരപ്പാലം കുറെ നാളുള്ള ആ ഒരു സ്ഥലം ദേ പോയി ഇതാ വന്നു. അങ്ങനത്തെ സംഭവല്ലേ പറഞ്ഞല്ല, ദേ പോയി ഇതാ വന്നു. അതേടെ കൈപോയി നമുക്ക് അടുത്തുനിന്ന് പെട്ടെന്ന് വരുന്നു. പക്ഷെ നല്ല മഴയുണ്ട് വെച്ചാൽ പറയാം. പ്രത്യേകിച്ച് ഇറങ്ങുള്ളൂ. ആകെ 2 കുട ഉണ്ടായതുള്ളൂ. ഞങ്ങള് നല്ലൊരു പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുടകളിലൊക്കെ നിന്ന് ഇരിക്കാൻ ഫുള്ള് മഴ തന്നിട്ടുണ്ട്. ചിറാപ്പുഞ്ചി ആഘോഷിച്ചു. ഇങ്ങോട്ടങ്ങനെ ഇടാറ് പോലും ഇല്ലാത്തതില് ഇവര് കളിയാക്കാം റെയിൻകോട്ട് നനയാന്നൊക്കെ ചോദിച്ചിട്ട്. ചില സമയത്ത് കഴിഞ്ഞ ദിവസം ഓഫീസിലെ ഒരു കാര്യത്തിന് എറണാകുളം വരെ പോണായിരുന്നു. ഇവരാവെന്ന് പറഞ്ഞു ബൈക്കിൽ പോകണ്ട, ബസ്സിൽ പോയാൽ മതി എന്ന് പറഞ്ഞു, റെസ്റ്റ് എടുക്കാൻ ഉറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്നിട്ടും ഞാൻ ബൈക്കിൽ തന്നെ ആക്റ്റീവിലാ പോയതാ. എന്നിട്ട് ഫുള്ള് അവിടെ നിന്ന് എനിക്ക് അരൂര് പോയപ്പോഴത്തേക്കും ചെറിയൊരു മഴയായിട്ട് ഞാൻ ഒരു മിനിറ്റ് മറ്റൊരു പാലം കൂടി ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ചമ്പക്കുളം പാലം കണ്ടായിരുന്നു. അപ്പൊ അതിൽ കൂടെ ജസ്റ്റ് കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കൂടെ കയറുവാണ്. ഞാൻ ഒറ്റക്കായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നു അരൂര് പോയായിരുന്നു, എറണാകുളത്ത് പോയിരുന്നു. പൊന്നോ ബ്രഹ്മാൾ ഓപ്പോസിറ്റ് ആയിരുന്നു മീറ്റിംഗ്. അപ്പൊ ആ ഒരു അരൂരത്തുള്ള ആൾക്കാരൊക്കെ സമ്മതിക്കണം. കാരണം നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ റോഡിന്റെ കാര്യം ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഭയങ്കരം തന്നെയാണ്. അയ്യോ, ബൈക്കിൽ പോലൊക്കെ പെട്ടുപോകും. ഞാൻ ബൈക്കിൽ പോയിട്ട് വന്നിട്ട് തുറവൂർ വിട്ട് ആലപ്പുഴ വരെ ഫുള്ള് റെയിൻകോട്ട് ഉണ്ട് ബൈക്കിൽ. എന്നിട്ട് ഞാൻ ഫുള്ള് മഴ തന്നെ വന്നപ്പം അനിയ കത്തിച്ചാൻ വിളിക്കാണ്ട് സ്കൂളിൽ പോയിരിക്കുമായിരുന്നു. അസനൊന്നും വിദ്യാഭ്യാസ ബന്ധമായിട്ട് അസന ഒരു 11:30 ലാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നൈസ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ നൈസാണ്ട് ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു. സാധാരണ കുഞ്ഞു മഴയൊക്കെ ഓക്കെ, ഇത് നനയാത്തൊരു സ്ഥലമില്ല. അപ്പൊ ഞാൻ റെയിൻകോട്ട് എന്താണ്, റെയിൻകോട്ട് എങ്ങാനും നനഞ്ഞു പോയാലോ. ഇതിലെ പോവാ ഡ്രൈവിംഗ് സ്ട്രീറ്റ്. അത് തന്നെ കപ്പയും ഞങ്ങൾ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞ എന്ത് പാലം, ചമ്പക്കുളം പാലം. പക്ഷെ അതൊക്കെ ഇത് കേറി വന്നപ്പോ ഞാനും വിചാരിച്ചു വലിയ പാലമായിരുന്നു. മറ്റേ കണക്കിന് അത്ര കുഞ്ഞുപാലം വന്നു. അങ്ങനെ മോളോട് ഇങ്ങനെ പോരും, ഇങ്ങനെ മോളോട് ഇങ്ങനെ പൊങ്ങിയായിരുന്നു പോകുന്നത്. പക്ഷെ കുഞ്ഞു പാലം. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനെ അടുത്ത് എങ്ങോട്ടയക്കാം. ഞാൻ 2009, 2010 എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇന്റിമേറ്റ്, ദിലീപേട്ടൻ. ഞങ്ങളുടെ കല്യാണത്തിന് പോലും വരാൻ പറ്റില്ല. പുള്ളി എനിക്കൊന്ന് രാജസ്ഥാനിലൂടെയാണ്. പുള്ളിയായിട്ട് ആ ഒരു 2009, 2010 കാലഘട്ടങ്ങളിലാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും. പെട്ടെന്ന് ഞാനും മനു എന്ന ഫ്രണ്ട് ഞങ്ങൾ സ്ഥിരം ഈ നെടുമുടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വരുമായിരുന്നു. ഇവിടുന്ന് നമ്മള് സ്കൂളിനോട് ലെഫ്റ്റാ വെക്കേണ്ടത്. പിന്നെ ദിലീപേട്ടനായിട്ട് നമുക്ക് കോൺടാക്ട് ഇല്ല, ഇപ്പൊ എവിടെയാന്ന് പോലും അറിയത്തില്ല. അപ്പൊ അത്രയും കൂട്ടായിരുന്നു. പക്ഷെ എങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടായി പോയി. ഞാൻ ഗൾഫിൽ വെച്ചൊക്കെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് ശേഷം എന്റെ അനിയുടെ കല്യാണത്തിന് സമയത്തും ദിലീപേട്ടനൊക്കെ വിളിച്ച്, ദിലീപേട്ടനെ എന്തെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണം. ദിലീപേട്ടനൊക്കെ നമ്മൾ സ്വന്തം ആളായിരുന്നു. എങ്കിലും നമ്പറൊക്കെ മിസ്സായി പോയി. ഇപ്പൊ യാതൊരു കോൺടാക്റ്റും ഇല്ല. അതെനിക്ക് ദിലീപേട്ടന്റെ പെങ്ങളെ അമ്മാവന്റെ മോള് അഞ്ജലി, അതിനൊക്കെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അഞ്ജലിയുടെ അച്ഛന്റെ പേര് മാമനെ ഓർക്കുന്നില്ല, മാമന്റെ പേരൊക്കെ മറന്നുപോയി. വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇക്കടെ കോണ്ടാക്ട് ചെയ്യുക. ഇക്കടെ നമ്പർ പോയി. അയ്യോ പെട്ടെന്ന് പോയി ഇനിയെ കൂട്ടേക്കാൻ നമ്മള് ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെ ഈ ഒരു ഈവനിങ് ടൈം നല്ല മഴയൊന്നും ഇല്ലാത്ത ഒരു ഈവനിങ് ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നേരം കൂടെയൊക്കെ നിക്കാം. അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് അല്ലേ? അതെ, ഞങ്ങൾ പോകുന്നവർക്ക് ഒരു ചെറിയ ഒരു തട്ടുകടയൊക്കെ ചായയും പരിപ്പൂടെയൊക്കെ കഴിച്ച് പൊറോട്ടയും ബീഫൊക്കെ ഉണ്ട് അവിടെ. ഞാൻ നോക്കിയായിരുന്നു. അത് ഞാൻ കണ്ടില്ല. എന്നെ കാണാതെ മറഞ്ഞിരിക്കുന്നു പൊറോട്ടയും ബീഫും. അത് ഞാൻ കണ്ടില്ല. പുള്ളിക്കാരൻ അവിടെ നിന്ന് പരിപ്പടം ഇങ്ങനെ ഉണ്ടാക്കുന്ന ആ സാധനം അവിടെ ഇങ്ങനെ കൈ കൊണ്ട് അത് ഞാൻ കണ്ടു. വേറൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇവിടെ നമ്മള് പിന്നെ കുട്ടികളൊക്കെ അവിടെ ചൂണ്ടിടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മള് ചെന്നപ്പോ തന്നെ അവരൊക്കെ പോയി. കുറച്ച് നാളായിട്ട് പറയുന്നത് നമുക്കൊരു ചൂണ്ട വാങ്ങിക്കണം, മീനൊക്കെ പിടിക്കാം. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചൂണ്ടിട്ട്. ഞങ്ങള് ഫ്രണ്ട്സിലൊക്കെ പണ്ട് പോയിരുന്നു, പോകുന്നില്ല. പണ്ട് എല്ലാ സൺഡേയും പോവായിരുന്നല്ലേ കൂട്ടുകാരന്മാരായിട്ട്? കൊച്ചായിട്ടും പോയി, കുക്കുള്ള വാങ്ങണ്ട് പോയി. കൊക്കു ഇഷ്ടംപോലെ കൊക്ക്. കൊക്കല്ലേ കൊക്കൊക്കെ നിർമ്മിക്കാതെ മീൻ കാണാതിരിക്കും, വെള്ളം നിറഞ്ഞു കിടക്കില്ല. അതായിരിക്കും എല്ലാം ഒരു ചെറിയ വെള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ കമന്റ് ചെയ്യൂ. എനിക്ക് വണ്ടി ഓടിക്കാൻ കിട്ടുന്നില്ല. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ അല്ലേ ഹിഡൻ സ്പോട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് കൂടുതൽ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതലും പാടത്തിലാണ് സ്പോട്ട്. അങ്ങോട്ട് നോക്കി ഓടിച്ച് ഹിഡൻ സ്പോട്ടിലെത്തും. രണ്ട് പാലത്തിന്റെ നടുക്കുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ ഈ സ്ഥലം ഫുള്ള് പോകുന്നത്. ഇവിടെയൊക്കെ മൊത്തം റോഡാണ്. ഇവിടെയൊക്കെ മൊത്തം പാടമാണ്. പോയി നോക്കാം നമുക്ക്. അപ്പൊ ഈ റൂട്ടിൽ കൂടിയാണ് ഇപ്പൊ പറഞ്ഞ ഒരു ഫ്രണ്ടിന്റെ വീട്. നമുക്ക് പോയി നോക്കാം. അന്ന് ഫുള്ള് മറ്റേ മെറ്റിലൊക്കെ അടിച്ച് റോഡില്ല, ആ ഒരു പരുവത്തിലാണ് കടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഉള്ളിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് അവിടുന്ന് റൈറ്റ് പോവായിരുന്നു. ഇവിടെയും ഫുള്ള് പാടുവാകട്ടോ. ഇവിടുത്തെ പക്ഷെ ഫുള്ള് കൃമി. അങ്ങോട്ട് ഇരിക്കുമ്പോ ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കുമ്പോ അപ്പുറത്തിരിക്കണം. ഈ പാടത്തൊക്കെ കൃമിയില്ല, അതാണ് മര്യാദക്കുള്ള റോഡുണ്ടായിരുന്നു. ആ റോഡ് വിട്ടിട്ട് നമ്മള് ദിലീപേട്ടന്റെ വീട് തപ്പോയിട്ട് വരുന്നത്. ഇവിടുന്ന് റൈറ്റ് പോയി നെടുമുടിയുടെ അവിടെ ചെന്ന് കയറുന്ന റോഡായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് കുഞ്ഞു റോഡാണ്. ഒരു സൈക്കിളൊരു പയ്യൻ പോയിരുന്നില്ല, അവൻ തോട്ടി പോകണ്ടായിരുന്നു. അല്ലെ ഞങ്ങൾ തോട്ടി പോകണ്ടായിരുന്നു. പ്രായത്തിന് രണ്ടുപേരും തോട്ടി പോയില്ല. ഞങ്ങൾ അവിടെ കഴിഞ്ഞ് മുന്നോട്ട് പോക്കണം. ഫ്രണ്ടിൽ ഒരു ബലേന പോകുന്നുണ്ട്, അതിന്റെ പുറകെ ലക്ഷ്യം ഈ വീട്ടില് ലാസ്റ്റ് എൽബോർഡും ഉണ്ട്. ആർമിയിലായിരുന്നു പുള്ളി. ഈ റോഡ് അവസാനം അവരുടെ വീട്ടിലോട്ടായിരിക്കും പോണത്. ഇത്ര പക്ഷെ പോകണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷെ പുള്ളി വണ്ടി ഓടിച്ച് ഓടിക്കാന്ന് കട്ടിള അടിപ്പടിയുള്ളതാ അടിയില് പടിയുള്ള കട്ടിള. കൂടുതൽ ഞങ്ങള് സാഹസത്തിന് മുതിരുന്നില്ല. ഞങ്ങളപ്പോ തിരിച്ചു പോകുന്ന കാര്യം ഫുള്ള് വൈയല്ലേ, വെള്ളത്തിൽ പോകുന്ന ഓർത്തിട്ടാ വൈ. പട്ടുവായി ഇപ്പൊ പുറകിലോട്ട് നമുക്ക് അറിയാൻ പറ്റും. തോടാണ് പുറകിൽ കാണും. മതി മതി മതി. ഇരിക്കുന്ന അവര് നമ്മളെ കണക്ക് ദിലീപേട്ടനെ തപ്പി വന്നവരാന്ന് തോന്നുന്നു. അവര് തിരിച്ചു പോകുന്നുണ്ട്. വേണ്ടായിരുന്നു. ദിലീപേട്ടനെ ഞങ്ങൾ എപ്പോഴേലും കണ്ടോ? ദിലീപേട്ടനെ കാണാനുള്ള അതിയ ആഗ്രഹം കാരണം ഞങ്ങൾ ഇവിടം വരെ എത്തി. പക്ഷെ എന്ത് ചെയ്യാനാ, മഴ സമാധാനമുണ്ട്, വഴി തോട്ടി പോകാൻ വയ്യാത്തോണ്ട്. അത് ഓടിക്കുന്ന ഒരു അമ്മച്ചിയാവും, ആർമി അമ്മച്ചി. ആ ചേട്ടൻ എനിക്ക് ആർമിക്കാരൻ.
ദിലീപേട്ടനെ തിരക്കുള്ള യാത്ര നമ്മൾ പാതി വഴിക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, മഴ വഴി ഒന്നും നമുക്കിപ്പോ അനുയോജ്യമല്ല. സോ ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പിൽ നമ്പർ വേണമല്ലോ. ഇനി പുള്ളിക്കാരൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട്, ഇല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാം ഉണ്ട്. യൂട്യൂബ് മറുപടി കേട്ടോ, കമന്റ് ഇട്ടാ മതി. ഇൻസ്റ്റയില് പടഹാരം പാലം പടഹാരം ഭയങ്കര ആഗ്രഹമായിരുന്നു. റീൽസിലൊക്കെ ഞാൻ കണ്ടപ്പോഴേ ഇതിനും നീളം ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് റീൽസ് എല്ലാം മുകളിലെ ജീവിതം അല്ല സാർ, റീൽസ് അല്ല റീൽസ്. അങ്ങനെ ഇരിക്കും നമ്മുടെ കറക്കം. പെട്ടെന്ന് പോയി പെട്ടെന്ന് അവസാനിച്ചു. മഴ ആയതുകൊണ്ട് നമുക്ക് കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല. നമ്മള് പോയി കുറച്ചു നേരം നിൽക്കാൻ പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ അതിനുമാത്രം വലിയ റീൽസിൽ കാണും പടഹാരം. നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ പറ്റും. വലിയ പദങ്ങൾ കാണിക്കുന്നത്. പിന്നെ അതിനകത്ത് ഈ കുഞ്ഞു കുഞ്ഞിന് ഹട്ട് കണക്ക് ഇട്ടിട്ടുണ്ട്. അതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞിരിക്കാം, നമുക്ക് അതിനകത്ത് കയറി ഇരിക്കാൻ വേണ്ടി നോക്കാം. എന്നിട്ട് അവിടെ മറ്റേ ഇലക്ട്രിക്കിന് എന്തൊക്കെയൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കാം. അവിടെ തന്നെ ഇരിക്കായിരുന്നു. സ്മൃതി എല്ലപ്പന്റെ കഴിഞ്ഞ ദിവസം മറ്റേ ഒരാളെ വേണ്ടി ഇരുത്തിയെന്തോന്ന് എന്ത് പറയുന്നു, മറ്റേ ആ ഒരു ഇതിനകത്ത് കയറ്റി അങ്ങനെ ഇരുത്തി അടച്ചുകളയത്തില് മറ്റേ ബസ് എന്തൊക്കെയൊക്കെ സ്മൃതിയായിരുന്നല്ലോ പറയുന്നത്. സമാധി അത് തന്നെ. അവിടെ ഇരുന്ന് നമുക്ക് സമാധി അടയായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് പാവല്ലേ, കൊച്ചു പിള്ളേരല്ലേ, പുണ്ണാക്കല്ലേ, ക്ഷമിച്ചേക്കാന്ന് വിചാരിച്ചു അല്ലേ. അത് മഴ വൈബ് ഇഷ്ടമുള്ളതായിരിക്കും. ബിരിയാണി, പക്ഷെ ഇന്ന് ബിരിയാണി ഇച്ചിരി മൊത്തം അടിച്ചില്ലല്ലേ, അടിച്ചാ ചിക്കൻ നല്ല ശരിക്കും നല്ല പൊരിച്ച് നൈസാക്ക് ആദ്യം കിട്ടിയത്. ഒരു റീൽസില് ഒരു മറ്റേ ബൈക്ക് പെട്ടെന്ന് പൊക്കുന്ന സമയത്ത് ഓട്ടോ വന്നിട്ട് വെട്ടിച്ച് വീഴുന്ന പണ്ടൊരു റീൽസ് കണ്ടുണ്ടോ? അതാണ് ഇതാ വളവാട്, മിനി കൽപ്പവാടി. ഫേമസ് ആണ്, ഇവിടുത്തെ ഷാപ്പാണ് മിനി കൽപ്പവാടി എന്ന് പറയുന്നത്. നമ്മളടുത്ത സ്ഥലത്തോട്ട് പോവാണ്. റോഡ് അങ്ങോട്ട് തിരിച്ചപ്പോ കാറ് തിരിച്ചപ്പോ അങ്ങോട്ടല്ലേ പോണ്ടെക്ക് ഇങ്ങോട്ട്. ഇവരോട് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഓർത്തെ എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തപ്പോ വളവ് വളച്ചപ്പോ എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്ക് അറിഞ്ഞില്ല. ഇതിന് മുന്നത്തെ വളവിൽ എനിക്ക് മനസ്സിലായിരുന്നു. വട്ടാനിയൊക്കെ പറയുന്ന ആൾക്ക് ശേഷം ബിരിയാണി കഴിച്ചപ്പോ വട്ടാനി. അതെ, വീട്ടിലല്ലേ പുറത്ത് ബിരിയാണി. എനിക്ക് ഒരു കല്യാണ വീട്ടിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടം. കല്യാണ വീടല്ല, അങ്ങനെ എനിക്ക് സ്വയം വെക്കാത്ത എല്ലാ സാധനവും ഇഷ്ടമാണത്. അങ്ങനെയല്ല, നമ്മൾ ഈ കല്യാണ ഫോട്ടോയിലെ കണ്ടില്ല, ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നത്. നല്ല ഇതാണ് കൽപ്പവാടിയോ? മിനി കൽപ്പവാടി. ഇതെന്താ മറ്റേ ഇത് ബൈക്കിങ്ങിന് പൊക്കുമ്പത്തേക്ക് ഒരു ഓട്ടോ പുറകെ കൂടെ വന്നിട്ട് വിത്തിലോട്ട് ഇടിച്ചു ചേർത്തില്ലേ? കോഴിയോ? അവിടെ ഉണ്ട്, കരിങ്കോഴിയുണ്ട്.
ആ എന്ത് വയ്ക്കാ സാധനം വേറെ ഇരിക്കുന്നത്? ആ എന്ത് വേറെ കൈ ഇരിക്കുന്നത്? വേറെ നീളത്തിലുള്ള ഒരു സാധനം കൈ ഇരിക്കുന്നതോ? ആ മറ്റേ പച്ച കണ്ടില്ലെന്നൊന്നുകൂടി. ചെറുതേണ്ടിയാ പറയിക്ക എന്താ കാര്യം? എന്ത് സാധനമാണത്? അതെങ്ങനെ ഇപ്പുറത്തെ കയ്യില് അത് നല്ല പ്രാക്ടീസ് വേണ്ടി വരുമായിരിക്കും അല്ലേ? ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയില് മറ്റേ അമ്പുമ്പില്ല, കറക്റ്റ് പേരറിയത്തില്ല. അത് മീൻ പിടിക്കാതെ അമ്പുമ്പില്ലി സ്നാപ്പിയുണ്ട്. അപ്പൊ പക്ഷെ അത് കുറച്ചു നേരം ഞങ്ങള് വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ അത് അവർക്ക് കിട്ടിയില്ല. അതിന്റെ അപ്പുറത്ത് വേറൊരു ചെട്ട് അടിച്ചു കിട്ടിയായിരുന്നു. നമ്മൾ വന്ന ശേഷം അവർക്ക് കിട്ടിയില്ല. നമ്മള് ജസ്റ്റ് 2 മിനിറ്റ് ഹോൾഡ് ചെയ്തു. നമ്മളപ്പോ തന്നെ കുറച്ച് നിന്ന് അപ്പൊ ഇങ്ങനെ ക്ലാസ് നടത്തിയിട്ടിട്ട് മറ്റേ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നത് കണ്ടിട്ടു. ആ ചേട്ടൻ പിടിക്കുന്നുണ്ട്, അപ്പുറത്തെ ആ ചേട്ടൻ കിട്ടുന്നുണ്ട്. ആ ചേട്ടൻ കിട്ടുന്നുണ്ട്. അവരിങ്ങനെ നോക്കി, അവരെനിക്കൊന്ന് വലിയ മീനെ നോക്കി ഇരിക്കാന്ന് തോന്നുന്നു അല്ലേ? അതായിരിക്കും അത്ര വെയിറ്റ് ചെയ്യുന്നത്. മറ്റേ ചേട്ടൻ ചറപറ അപ്പുറത്തേക്ക് എറിയുന്നുണ്ട്. ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തെടുത്തില്ല. വലിയ ആണോ? മറ്റേ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ചൈനക്കാരുടെ വീഡിയോയിൽ ഇതിന്റെ മനസ്സിലായി. നമ്മളന്ന് റെഡ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നില്ലായിരുന്നു? നമ്മളന്ന് എവിടെ പോയപ്പോഴായിരുന്നു? മറ്റേ പക്ഷി സങ്കേത കേന്ദ്രം കാണാൻ പറ്റും അല്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന കോട്ടയത്ത് അവിടെ നമ്മള് പക്ഷി സങ്കേത കേന്ദ്രം കാണാൻ പോയതല്ലേ? തിരിച്ചു വന്നപ്പോ അവിടെ കേറിയത് ഒരൊറ്റ കിളീനെ പോലും. ഇഷ്ടം പോലെ ആമ, ഒരു കുന്നാമ. അത് ആമ സങ്കേതം ഒന്ന് വേണം ഇടാൻ. അതിന് അവര് ഞങ്ങൾ ചെന്നപ്പം പറഞ്ഞു പക്ഷിയൊന്നും കാണത്തില്ല, എല്ലാവരും മുട്ടയിടാൻ പോയത്. നീ സ്വർക്കും ഞാൻ കേട്ടില്ല മുട്ടയിടാൻ പോയത്. ഞാൻ ചെന്നപ്പോഴാണ് പറഞ്ഞത് പക്ഷിയൊന്നും ഇല്ല. പിന്നെ എന്തായാലും അടമ്പര ചെന്നല്ലേ, അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് ഞങ്ങള് 3-4 റീൽസ് എടുത്തല്ലേ. അതാണ് ആകെ ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് പ്രയോജനം. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പരിപാടി പോകാൻ പറ്റൊരു സ്ഥലമല്ലത്. മൊത്തം ലവേഴ്സും മറ്റേ കല്യാണ കപ്പിൾസ്. അവർക്ക് പിന്നെ പക്ഷിനെ കാണണമെന്നില്ലല്ലോ. കൊറേ മൊത്തം കാടിന്റെ അകത്തോടെ ഇറങ്ങും. അവർക്ക് അവരെ മാത്രം കണ്ട, വേറെ ആരെയും കാണണ്ടത്. പിന്നെ അങ്ങനെ നമ്മള് ഒരു വഴി കൂടെ വേറെ വഴി കൂടെ പോയി അവിടെ മറ്റേ കൽപ്പവാടി കണ്ട അതേ സ്മെല്ല് വളച്ച് വന്നു അല്ലേ? കളറിലെത്തി. ഇനി നമ്മള് അവിടെ നിന്നൊക്കെ തൊണ്ടൽക്ക് ചീച്ച് ഞങ്ങള് കുറച്ചു നേരം മിക്കയുടെ വീട്ടില് കുറച്ചധികം 1-2 മണിക്കൂർ ഇരുന്നല്ലേ. അവിടെ പോയി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏത്തക്കാപ്പം വാങ്ങിച്ച് ബോണ്ടയും വാങ്ങിച്ചു. ഞങ്ങള് പിന്നെ ഇക്കാടെ വീട്ടിൽ കയറി ചായയിലിട്ട് കുടിച്ച് ഏത്തക്കാപ്പം എല്ലാം കഴിച്ച് അവിടെ കൊറേ ശരിക്കും ചിരിച്ചിരുന്നുണ്ട്. കതിച്ച് അവിടെ പോയിരുന്നു. പിന്നെ വാപ്പാടെ വടി പോയിരുന്നു പടം വരക്കലും എഴുതലും ഒക്കെ അല്ലേടോ. അങ്ങനെ നമ്മൾ കുറെ നാൾക്ക് ശേഷം ബീച്ചിന്റെ പടി നിൽക്കാൻ പോയി. ബീച്ചിന്റെ ആ സൈഡ് വരെ നമുക്ക് കയറി പോകാം. വീട് വഴി ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് പടിഞ്ഞോട്ട് തിരിഞ്ഞ ബീച്ചിലോട്ട് പോവാം.
അങ്ങനെ 1.5 മാസത്തിന് ശേഷം ശരി 1.5 മാസം കഴിഞ്ഞു. അതിനുശേഷം നമ്മളിതാ ബീച്ചിലോട്ട്. ബീച്ചില് പക്ഷേ തിരക്കുറവാണ്. ഇവിടുന്ന് നോക്കിയ നമ്മള് വീട്ടിൽ പോകാൻ പോകണ അറിയത്തില്ലടോ. പാരലൽ റോഡൊന്നും കൊള്ളാലോ. ഇവിടെ നമ്മുടെ KSRTCയുടെ ബസ് ഉല്ലാസ് ഞാൻ അങ്ങോട്ട് നോക്കിയാ കാണിച്ചത്. ആലപ്പുഴക്കാർക്ക് ഒരു അതിശയമായിരിക്കും KSRTC ഉല്ലാസയാത്ര. നമ്മുടെ മറ്റേ ഗവി ഇത് കണക്കൊക്കെ ആയിരിക്കും അല്ലേ? എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴ കാണാത്ത ഇറങ്ങി ആലപ്പുഴ കാണാൻ വന്നിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം ബീച്ചിലെത്തിയിരിക്കാണ്. പക്ഷെ ഇവിടെ എവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഫുള്ള് നനഞ്ഞടക്കായി. കണ്ടു രസിക്കാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞു 3-4-5 ദിവസം. ഏത് വീഡിയോ ഇപ്പൊ എടുക്കാം? ഞങ്ങൾ ഒരു റീൽസ് എടുത്തിട്ടാണ് അത്. എടുക്കാം. പക്ഷെ മഴയാണെങ്കിലും അല്ലേ ആളുണ്ടല്ലേ? ആളില്ല. സാധാരണ സൺഡേ ഉണ്ടാവുന്ന അത്ര ആള് ബീച്ചിലില്ല. ഒരു സൺഡേ ഫീൽ ചെയ്യുന്നില്ല ബീച്ച് കണ്ടിട്ട്. അത് മഴയൊക്കെ ഉണ്ടായിരിക്കാം. ഒരു വെളുത്ത് കിടക്കുന്നു ബീച്ച്. ഒരു അല്ലേ, പിന്നെ കറുത്ത് കിടക്കണം ബീച്ച്. ഒരു തിരക്കില്ലാത്തോണ്ട് എവിടെ ഇരിക്കാൻ പറ്റത്തില്ല. സ്ഥലത്ത് വരുന്ന പോലെ. ഇവിടെ മഴ പെയ്തിട്ട് നമുക്ക് വെള്ളം മണ്ണ് മാറിയിട്ട് ഈ ബീച്ചിലൊരു കറുത്ത മണ്ണില്ല, മൊത്തം ഇങ്ങനെ തെളിഞ്ഞു കിടക്കണം. ഇപ്പൊ നടക്കുന്ന നമ്മുടെ കാലില് മൊത്തം അതിന് മാത്രമുണ്ട്. ബീച്ചൊക്കെ വിശാലമായിട്ട് കാണാം. നമ്മൾക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് അടുത്ത മഴക്കാർ വെച്ച് തുടങ്ങി. 2 പാക്കറ്റ് കപ്പലണ്ടി കഴിച്ച സമയം നമ്മളിവിടെ നിന്നിട്ടുള്ളൂ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ബീച്ചിൽ പോയി കുറെ നേരമൊക്കെ ഇരിക്കാന്ന് പറഞ്ഞ് ചെന്ന മഴ നമ്മളെ ചതിച്ചു. ആ മഴ പെയ്തിട്ടില്ല, പക്ഷെ നല്ല മഴക്കാർ വെച്ച് ഇരുണ്ട് നിൽക്കുക. നമ്മള് വീട്ടിൽ എത്തുന്നതിന് മുന്നേ ചിലപ്പോ മഴ പെയ്യും. വീട്ടിൽ നമ്മള് കാറി കയറുന്നതിന് മുന്നേ മഴ പെയ്യും. അവിടെ ഇനിയും അങ്ങനെ നമ്മൾ കുറെ നാൾക്ക് ശേഷം ഇന്ന് കുറെ നമ്മളെ സ്ഥലങ്ങളിലൊന്നല്ല, എന്നാലും കുറച്ചൊക്കെ വണ്ടിയിലൊക്കെ അങ്ങനെ കുറെയൊക്കെ പോയി. പറയൂ. അപ്പൊ കൊറേ നാൾക്ക് ശേഷം കൊറേ ചിരിയും കളി ഇതൊക്കെ ആയി. ഞങ്ങളന്ന് മരിപ്പിന് പോയിട്ടല്ലേ, ഇന്നാണല്ലോ പിന്നെ ഞങ്ങളന്ന് കണ്ണൂര് പോയിട്ട് പിന്നെ ഇന്നാണ് എല്ലാരും ഒന്നിച്ചിറങ്ങുന്നത്. എല്ലാരും ഇല്ല, ഞങ്ങൾ 5 പേരും കൂടെ. നമ്മളെല്ലാവരും എന്തായാലും നല്ലൊരു ഹാപ്പി സൺഡേ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ നല്ല സൺഡേ ആയിരുന്നു വിചാരിക്കുന്നു. ആണെങ്കിൽ ഈ വ്ളോഗ് കാണുമ്പോ താഴെ കമന്റ് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് അത് ശരിക്കും ഒരു ചെറിയ വ്ളോഗ് ആയിരിക്കും കാണുമ്പോ. നമ്മള് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് എടുത്ത വ്ളോഗാണ്. നമ്മൾ ഹൗസ് വാമിന് പോയി ഫുഡ് അടിച്ച് വീട്ടിൽ വരുന്ന ടൈമില് തിരിച്ച് കാറി വന്നോണ്ടിരുന്നപ്പോ വന്നൊരു പ്ലാനിങ്ങും അങ്ങനെ പോയി കണ്ട് അങ്ങനെ എടുത്തൊരു വ്ളോഗാണിത്. പെട്ടെന്നുള്ള ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് പടഹാരപ്പാലം കാണാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് 1-2 സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയില്ല, കാരണം ഈ മഴയും ചെളിയല്ലാണ്ട് അവിടെ ഇറങ്ങി. പിന്നെ 1-2 സ്ഥലം ഞങ്ങളെ വണ്ടിയിൽ തന്നെ കൊണ്ട് കാണിക്കുക ചെയ്ത. അത് കഴിഞ്ഞ് നേരെ ഇക്കാടെ വീട്ടിൽ പോയി 1-2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം നമുക്കൊന്ന് ബീച്ചിൽ അവിടെ വരും. അവിടെയൊക്കെ നിറച്ചും ഈ മറ്റേ ഇതിന്റെ എന്തിന്റെയാണ് ഹൈവേയുടെയാ
എന്തിന്റെ പാലം വയ്ക്കാനുള്ള ഫ്ലൈ ഓവർ ഇതാക്കുന്നോണ്ട് അവിടെ ആണെങ്കിൽ മൊത്തം പൂഴി അടിച്ച് ഭയങ്കര ചെള്ളം. ആ അതിന്റെ മറ്റേ എന്ത് റോഡ് വരുന്നത് എനിക്ക് പറഞ്ഞു, എന്ത് റോഡ് എവിടെ എന്തോ റോഡ്, സർവീസ് റോഡ് അതൊക്കെ വരുന്നത്. പൂഴിയൊക്കെ റോഡിന് വേണ്ടി അടിച്ചിട്ടിരിക്കുന്നുണ്ടോ. നമ്മള് കാറില് വെക്കുന്നത് നല്ല ചെളിയൊക്കെ ഇങ്ങനെ ചോക്ലേറ്റ്. നമുക്ക് ആ അവിടെയുള്ള കടകളുടെ സൈഡിൽ കസേര ഇട്ടിരിക്കുന്ന അവിടെ ഇരിക്കുന്നല്ല, നമ്മള് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നല്ല, പ്രത്യേകിച്ച് അവിടെ വേറെ എവിടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ എപ്പോഴും സൺഡേയിൽ ബീച്ചിൽ പോകുന്ന ആ ഒരു വൈബ് ഇല്ല ബീച്ചിൽ. അന്ന് ചിലപ്പോ മഴ ആയതുകൊണ്ട് പിന്നെ ഇതേപോലെ പണിയൊക്കെ നടക്കുന്നോണ്ട് ആ ഒരു കടയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു മുഖ ശൂന്യമായി കിടക്കുന്നു ബീച്ച്. കുറച്ച് പേര് തുച്ഛ ഒരു 100 പേര് പോലും നല്ല, അതിന് ഒട്ടും ആളില്ല. പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമില്ല, കൂടുതലും വന്ന് കാലൊക്കെ നിൽക്കാൻ അവിടെ മറ്റേ ഗാർഡൊക്കെ നിൽപ്പുണ്ട്. ഒത്തിരി ദൂരെ പോവാണെങ്കിലും എല്ലാരെയൊക്കെ വിസിലടുപ്പിച്ചൊക്കെ തിരിച്ച് വിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ വ്ലോഗ് ഞങ്ങൾ ഇവിടെ നമ്മള് വീട്ടിലെത്താറായി. ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയത് നമ്മള് ഇപ്പൊ വീട്ടിലെത്തും. മറ്റൊരു വ്ലോഗുമായി അപ്പൊ വേറൊരു വ്ലോഗായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ Take care. Bye bye.